നമസ്കാരം. സംസ്ഥാനത്ത് കോവിഡ് ആശങ്ക ഒട്ടും കുറയുന്നില്ല, അത് വർദ്ധിക്കുകയാണ് എന്നതിന്റെ കണക്കുകളാണ് അല്പസമയം മുൻപ് പുറത്തു വന്നത്. ഇന്നും 1500 കടന്ന കണക്ക് സംസ്ഥാനത്ത് പുറത്തു വന്നിരിക്കുന്നു. ഏറ്റവും ഉയർന്ന പ്രതിദിന കണക്ക് കൂടിയാണ് ഇന്ന് പുറത്തു വന്നത്. 2 ദിവസമായി 1500 കടന്നുള്ള കണക്കുകളാണ് വരുന്നത്. ഇന്നിപ്പോൾ 1569 കോവിഡ് പോസിറ്റീവ് കേസുകൾ സംസ്ഥാനത്ത് സ്ഥിരീകരിക്കുന്നു എന്നതാണ്. അതിൽ തന്നെ 1354 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധയുണ്ടാകുന്നു. ഉറവിടമേത് എന്നറിയാത്ത കേസുകളും ഇതിലുണ്ട്. 86 എന്നതാണ് ഇന്ന് പുറത്തു വരുന്ന കണക്ക്. 27 ആരോഗ്യ പ്രവർത്തകർക്ക് കൂടി രോഗം സ്ഥിരീകരിക്കുന്നുണ്ട്. അതിൽ ഒപ്പം തന്നെ പറയേണ്ടത് സമ്പർക്കത്തിലൂടെയുള്ള രോഗബാധ ഇന്നലത്തേക്കാൾ ഒരല്പം കുറവാണ്. എങ്കിൽ പോലും അതും ആശ്വാസത്തിന് ഒരു കണക്കിലും വക നൽകുന്നതല്ല എന്നതാണ്. തിരുവനന്തപുരത്ത് ഇന്ന് 300-ലേറെ കേസുകൾ പോസിറ്റീവാണ് എന്ന വിവരമുണ്ട്. രോഗമുക്തി നിരക്ക് ഇന്നൊരല്പം കൂടുതലാണ്. 1300-ലേറെ രോഗമുക്തി നിരക്ക് ഉണ്ടാകുന്നുണ്ട്. 1304 എന്നത് ആശ്വാസകരമാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് തന്നെയുള്ള കോവിഡ് തന്നെയാണ് ഇന്നത്തെ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. കോവിഡ് ആശങ്കയുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയുള്ളത് മുഖ്യമന്ത്രി അടക്കം 7 മന്ത്രിമാർ ഇന്നിപ്പോൾ കോവിഡ് നിരീക്ഷണത്തിലേക്ക് പോകുന്നു എന്നതാണ്. മലപ്പുറത്ത് കളക്ടർക്ക് കോവിഡ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ കൂടിയാണ് സ്വയം നിരീക്ഷണത്തിലേക്ക് മുഖ്യമന്ത്രിയും മറ്റ് 7 മന്ത്രിമാരും പോകുന്നത്. സ്പീക്കറും നിരീക്ഷണത്തിലേക്ക് പോകുന്നു, ചീഫ് സെക്രട്ടറി നിരീക്ഷണത്തിലേക്ക് പോകുന്നു, സംസ്ഥാന DGPയും നിരീക്ഷണത്തിലേക്ക് പോകുന്നു. ഇത്തരത്തിൽ ഭരണസിരാ കേന്ദ്രത്തിൽ ഉള്ളവർ, തലപ്പത്തുള്ളവർ നിരീക്ഷണത്തിലേക്ക് പോകുന്ന ഒരു അസാധാരണമായ സാഹചര്യത്തിന് കൂടി സംസ്ഥാനം ഇന്ന് സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ്. ഈ വാർത്തകളെല്ലാം പരിശോധിക്കുകയാണ്. 24 വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം ഇന്നത്തെ കോവിഡ് കണക്കുകളിലേക്കാണ് പോകുന്നത്. സംസ്ഥാനത്ത് ഇന്ന് 1569 പുതിയ കോവിഡ് രോഗികൾ ഉണ്ട് എന്നതാണ്. ഒരു ദിവസത്തെ ഏറ്റവും ഉയർന്ന കണക്കാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. 1564 ഇന്നലത്തെ കോവിഡ് പോസിറ്റീവ് കണക്കിന്റെ എണ്ണം എന്നുള്ളതെങ്കിൽ ഇന്നിപ്പോൾ 1569 ആയിരിക്കുന്നു അത്. ഒപ്പം തന്നെ സമ്പർക്ക രോഗികളുടെ എണ്ണത്തിലും കുറവില്ല. 1354 പേർക്കാണ് സംസ്ഥാനത്ത് സമ്പർക്കത്തിലൂടെ കോവിഡ് ബാധിച്ചിരിക്കുന്നത്. രോഗമുക്തി നിരക്ക് ഇന്ന് ഉയർന്നിട്ടുണ്ട് എന്നത് ആശ്വാസകരമാണ്. 1304 പേർക്കാണ് ഇന്ന് സംസ്ഥാനത്ത് രോഗമുക്തി നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ സംസ്ഥാനത്തെ ആകെ കോവിഡ് ബാധിതരുടെ എണ്ണം ഇതോടെ 40,000 കടന്നിരിക്കുന്നു. 41,277 എന്നതാണ് സംസ്ഥാനത്തെ ആകെ കോവിഡ് ബാധിതരുടെ എണ്ണം. സമ്പർക്കത്തിലൂടെയുള്ള രോഗികളുടെ എണ്ണം കൂടുന്നതും ഉറവിടമറിയാത്തവരുടെ എണ്ണം കൂടുന്നതുമൊക്കെ ആശങ്കയ്ക്ക് വക നൽകുന്നതാണ്. ഈ ജില്ല തിരിച്ചുള്ള കണക്കുകളിലേക്കാണ് പോകുന്നത്. തിരുവനന്തപുരത്ത് ഇന്ന് 310 കോവിഡ് പോസിറ്റീവ് കേസുകൾ റിപ്പോർട്ട് ചെയ്തു. ഇന്നലത്തെ അപേക്ഷിച്ച് കുറഞ്ഞ കണക്കാണ്. ഇന്നലെ 434 പേർക്ക് കോവിഡ് പോസിറ്റീവ് റിപ്പോർട്ട് ചെയ്യുമ്പോഴാണ് ഇന്നിപ്പോൾ 310 എന്ന കണക്ക്. പക്ഷേ അവിടെ ഭൂരിഭാഗവും സമ്പർക്കത്തിലൂടെയാണ് ജില്ലയിൽ രോഗബാധയുണ്ടാകുന്നതെന്ന് തീർച്ചയായും ആശങ്ക വർദ്ധിപ്പിക്കുന്ന ഒരു ഘടകമാണ്. മലപ്പുറത്ത് 198 പേർക്ക് ഇന്ന് കോവിഡ് പോസിറ്റീവ് സ്ഥിരീകരിക്കുന്നു. ഇന്നലത്തേതിനെ അപേക്ഷിച്ച് ഏതാനും കണക്ക് കുറവ് എന്ന് നമുക്ക് പറയാൻ കഴിയും. 202 പേർക്കാണ് ഇന്നലെ മലപ്പുറത്ത് കോവിഡ് സ്ഥിരീകരിച്ചത്. ഇനി പാലക്കാട്ടെ വിശദാംശത്തിലേക്ക് പോകുന്നു. പാലക്കാട്ട് 180 പേർക്ക് പോസിറ്റീവ് സ്ഥിരീകരിക്കുന്നു. 202 എന്നതായിരുന്നു ഇന്നലത്തെ കണക്ക്. വലിയൊരു കുതിച്ചുകയറ്റമാണ് ഇന്നലെ നമ്മൾ ജില്ലയിൽ കണ്ടത്. ഇന്നും വലിയ മാറ്റമില്ല എന്നതാണ് ആശങ്കയുണ്ടാക്കുന്നത്. എറണാകുളത്ത് 114 പോസിറ്റീവ് കേസുകൾ ഇന്ന് സ്ഥിരീകരിക്കുന്നു. 115 എന്നതായിരുന്നു ഇന്നലത്തെ കണക്ക്. ആലപ്പുഴയിലും ഇന്നും 100-ൽ കൂടുതലാണ് ഇന്നലെ. പക്ഷേ അത് ഒരല്പം കുറവായിരുന്നു. 72 എന്നതിലേക്ക് താഴ്ന്നിരുന്നു. ഇന്നിപ്പോൾ 113 പോസിറ്റീവ് കേസുകൾ ആലപ്പുഴ ജില്ലയിൽ ഉണ്ട്. കോട്ടയത്ത് ഇന്ന് 101 കടന്നിരിക്കുകയാണ്. ഇന്നലെ അത് 53 എന്നതായിരുന്നു. കോഴിക്കോട് വലിയ വ്യത്യാസമില്ലാതെയാണ് ഈ ദിവസങ്ങളിലൊക്കെ കോവിഡ് കണക്കുകൾ പുറത്തു വരുന്നത്. ഇന്ന് 99, ഇന്നലെ അത് 98 എന്നതാണ്. കണ്ണൂരിൽ 95 കോവിഡ് പോസിറ്റീവ് കേസുകൾ ആണ് റിപ്പോർട്ട് ചെയ്തത്. ഇന്നലത്തേതിനെ അപേക്ഷിച്ച് വലിയ വർധനയുണ്ടാകുന്നു എന്നതാണ്. ഇന്നലെ 27 കോവിഡ് പോസിറ്റീവ് കേസുകളാണ് ജില്ലയിൽ ഉണ്ടായത്. തൃശ്ശൂരിൽ 80 കോവിഡ് പോസിറ്റീവ് കേസുകൾ. ഇന്നലെ അത് 75 ആയിരുന്നു. തൃശ്ശൂരിലും അമല ആശുപത്രി ഒരു ക്ലസ്റ്ററാണ്, അവിടെ ആശങ്കയുണ്ട് എന്ന വിവരം കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. കൊല്ലത്ത് 75 കോവിഡ് പോസിറ്റീവ് കേസുകൾ ഇന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഇന്നലത്തേതിനെ അപേക്ഷിച്ച് ഒരു കേസ് മാത്രം വർദ്ധിച്ചിട്ടുണ്ട്. ഇടുക്കിയിൽ 58 പോസിറ്റീവ് കേസുകൾ ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. ഇന്നലെ അത് 31 ആയിരുന്നു എന്നത് ശ്രദ്ധിക്കണം. വയനാട് 57 ഇന്നലത്തേതിനേക്കാൾ കൂടിയിട്ടുണ്ട്. ഇന്നത്തെ കോവിഡ് പോസിറ്റീവ് കണക്ക് ഇന്നലെ അത് 27 ആയിരുന്നു. ഇനി കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ച് ആശ്വാസകരമായൊരു ദിനമെന്ന് വേണമെങ്കിൽ നമുക്ക് ഇന്നത്തെ കണക്കുകൾ അടിസ്ഥാനപ്പെടുത്തി പറയാൻ കഴിയും. 49 കോവിഡ് പോസിറ്റീവ് കേസുകളാണ്. ഇന്നലെ അത് 79 ആയിരുന്നു. പത്തനംതിട്ടയിൽ
ഇന്ന് ആശ്വാസമുണ്ട് ഒരൽപ്പം. 40 കോവിഡ് പോസിറ്റീവ് കേസുകൾ, ഇന്നലെ അത് 75 എന്നതാണ്. ഇതാണ് ഇന്നത്തെ സംസ്ഥാനത്തെ കോവിഡ് സാഹചര്യം. ജില്ലകൾ പരിശോധിക്കുകയാണെങ്കിൽ 6 ജില്ലകളിൽ 100-ന് മുകളിലുണ്ട്. കൂടാതെ തിരുവനന്തപുരത്ത് അത് ഇന്ന് 300-ന് മുകളിലാണ്. പക്ഷേ തിരുവനന്തപുരത്തെ സംബന്ധിച്ച് 300-ലധികം സമ്പർക്ക രോഗബാധിതർ കൂടി ഉണ്ടാകുന്നുണ്ട് എന്നത് തലസ്ഥാനത്തെ കൂടുതൽ ആശങ്കയിലാഴ്ത്തുകയും ചെയ്യുന്നു. സംസ്ഥാനത്തെ കോവിഡ് ബാധിതരുടെ എണ്ണം 40,000 കടന്നിരിക്കുന്നു. തുടക്കത്തിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ അത് 41,277 എന്ന ഒരു നമ്പറിലേക്ക് എത്തിയിരിക്കുകയാണ്. ഏറ്റവും അധികം കോവിഡ് കേസുകളും ഒപ്പം ഏറ്റവും അധികം മരണവും റിപ്പോർട്ട് ചെയ്തത് ഇന്നാണ്. 10 പേരുടെ മരണം കൂടി ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. സംസ്ഥാനത്തെ ആകെ മരണസംഖ്യ 139 തിരുവനന്തപുരത്തും മലപ്പുറത്തും പാലക്കാടും എറണാകുളത്തും രോഗവ്യാപനം രൂക്ഷമായി തുടരുന്നു. 24 മണിക്കൂറിനിടെ 31,738 സാമ്പിളുകൾ പരിശോധിച്ചു എന്നതാണ് സംസ്ഥാന ആരോഗ്യ വകുപ്പ് ഇന്ന് നൽകുന്ന വിവരം. അല്ലമീൻ വിശദാംശങ്ങളുമായുണ്ട്. അല്ലമീൻ, ഇന്നിപ്പോൾ നമ്മൾ പറയുന്നത് പോലെ ഏറ്റവും ഉയർന്നൊരു കണക്ക് പുറത്തു വരുന്നു. ഏറ്റവും കൂടുതൽ പരിശോധനകൾ നടത്തിയെന്ന വിവരവും ഇതോടൊപ്പം തന്നെ പുറത്തു വരുന്നു. ഏറ്റവും ആശങ്ക ഉണ്ടാക്കുന്ന ജില്ലകൾ അത് ഏതൊക്കെയാണ്, തലസ്ഥാനം ഉൾപ്പെടെ? ആശങ്കാജനകമായ സാഹചര്യം തന്നെയാണ് സംസ്ഥാന വ്യാപകമായി നിലനിൽക്കുന്നത്. ഇതിൽ 1569 പേർക്ക് രോഗം സ്ഥിരീകരിച്ചതിൽ 1354 പേർക്കും സമ്പർക്കത്തിലൂടെയാണ്. ഒപ്പം 86 പേരുടെ രോഗ ഉറവിടം വ്യക്തമല്ല എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. 27 ആരോഗ്യ പ്രവർത്തകർക്കും രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതിന്റെ ജില്ല തിരിച്ചുള്ള കണക്കുകളിലേക്ക് പോവുകയാണെങ്കിൽ തിരുവനന്തപുരം ജില്ല തന്നെയാണ് ഇന്ന് കവർന്ന കണക്കുകളിലും മുന്നിൽ നിൽക്കുന്നത്. 310 പേർക്കാണ് തിരുവനന്തപുരം ജില്ലയിൽ ഇന്ന് രോഗം സ്ഥിരീകരിച്ചത്. അതിൽ തന്നെ 300 പേർക്കും സമ്പർക്കത്തിലൂടെയുള്ള രോഗബാധയാണ്. 5 ആരോഗ്യ പ്രവർത്തകരും തിരുവനന്തപുരം ജില്ലയിൽ ഉൾപ്പെടുന്നുണ്ട്. ഒപ്പം ഇന്ന് 10 മരണം കൂടി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആ മരണത്തിൽ 10 പേരിൽ 6 കേസുകളും തിരുവനന്തപുരം ജില്ലയുടെ വിവിധ പ്രദേശങ്ങൾ, തീരദേശ മേഖലയിലും മറ്റു മലയോര ഗ്രാമീണ മേഖലകളിലും ഉൾപ്പെടുന്ന 6 പേരുടെ പട്ടികയും ആ കൂട്ടത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. തിരുവനന്തപുരത്തിന്റെ ആശങ്ക അത് ഒട്ടും കുറവില്ലാതെ തന്നെ തുടരുന്നു എന്നുള്ളത് തന്നെയാണ് ഇന്നത്തെ കണക്കും സൂചിപ്പിക്കുന്നത്. ഒപ്പം പാലക്കാട് ജില്ലയിൽ 198, മലപ്പുറത്ത് 198, പാലക്കാട് 180, ഈ രീതിയിൽ ഏതാണ്ട് എല്ലാ ജില്ലകളിലും 100-ന് മുകളിൽ തന്നെയാണ്. ആലപ്പുഴയിലും കോട്ടയത്തും അടക്കം 100-ന് മുകളിൽ തന്നെയാണ് കണക്കുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഈ ജില്ലകളിലെല്ലാം സമ്പർക്കത്തിലൂടെയുള്ള രോഗവ്യാപനവും അല്ലെങ്കിൽ കൂടുതലായിട്ടുണ്ട് എന്നുള്ളതും എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഒപ്പം ആരോഗ്യ പ്രവർത്തകരുടെയും രോഗ ഉറവിടം അറിയാത്ത കേസുകളുടെ കാര്യവും ആ രീതിയിൽ തന്നെ തുടരുകയാണ്. ഇതിൽ ആശ്വാസകരമായത് പരിശോധനകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ പരിശോധിച്ചത് 31,738 സാമ്പിളുകളാണ്. ഇത്തരത്തിൽ പരിശോധനകളുടെ എണ്ണം ദിനംപ്രതി വർദ്ധിപ്പിക്കുമ്പോഴും അതിന്റെ പരിശോധനാ ഫലം ലഭിക്കുന്നതിൽ ചില കാലതാമസമുണ്ട് എന്നുള്ള പരാതി പലയിടങ്ങളിലുമുണ്ട്. അതുകൂടി പരിഹരിക്കുന്നതിനുള്ള ഒരു ശ്രമത്തിൽ തന്നെയാണ് സംസ്ഥാന സർക്കാരും ആരോഗ്യ വകുപ്പും. അപ്പം 1300-ലധികം ആളുകൾക്ക് 1304 പേർക്ക് ഇന്ന് നെഗറ്റീവായി എന്നുള്ളതും ആശ്വാസകരമായ ഒരു വാർത്ത തന്നെയാണ്. സംസ്ഥാനത്ത് ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഇനി ചികിത്സയിലുള്ളത് ഇന്നത്തെ പോസിറ്റീവ് കേസും മറ്റും ഒക്കെ നോക്കുമ്പോൾ ഇനി സംസ്ഥാനത്ത് ചികിത്സയിലുള്ളത് 14,094 പേരാണ്. 26,996 പേർ ഇതിനോടകം കോവിഡിൽ നിന്ന് രോഗമുക്തി നേടുകയും ചെയ്തിട്ടുണ്ട്. രോഗമുക്തിയുടെ കാര്യത്തിലും ഒരു വലിയ കണക്കുണ്ട്. പരിശോധനകൾ വർദ്ധിപ്പിക്കുന്നു എന്നതടക്കമുള്ള ആശ്വാസകരമായ വാർത്തകൾ വരുമ്പോഴും ആശങ്കാജനകമായ സാഹചര്യം അതൊട്ടും കുറവില്ലാതെ തന്നെ തുടരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. ഒപ്പം ഹോട്ട്സ്പോട്ടുകളുടെ എണ്ണം പറയുകയാണെങ്കിൽ 18 പുതിയ പ്രദേശങ്ങളെ കൂടിയും ഹോട്ട്സ്പോട്ട് ലിസ്റ്റിൽ ഉൾപ്പെടുത്തി. 4 പ്രദേശങ്ങളെ ഒഴിവാക്കുകയും ചെയ്തു. ഇനി 555 ഹോട്ട്സ്പോട്ടുകളാണ് സംസ്ഥാനത്ത് പല ഭാഗങ്ങളിലായി ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ് മറ്റൊന്ന്. ഒപ്പം വിവിധ ജില്ലകളിലായി നിരീക്ഷണത്തിലുള്ളത് 1,55,025 പേരാണ്. 1,479 പേരെ ഇന്ന് വിവിധ ആശുപത്രികൾ രോഗലക്ഷണങ്ങളോടെയും അതുപോലെ രോഗം സ്ഥിരീകരിച്ചും ആശുപത്രികളിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ശരി, 1569 പേർക്കാണ് ഇന്ന് സംസ്ഥാനത്ത് കോവിഡ് പോസിറ്റീവ് സ്ഥിരീകരിച്ചത്. സമ്പർക്കത്തിലൂടെയുള്ള രോഗബാധയും ഉറവിടമേത് എന്നറിയാത്ത രോഗബാധയും വർദ്ധിച്ചു വരുന്നു. ഒപ്പം തന്നെ ആരോഗ്യ പ്രവർത്തകർ ഇന്നിപ്പോൾ 27 പേർക്ക് രോഗം സ്ഥിരീകരിക്കുന്നുണ്ട്. ഇനിയും കോവിഡ് ബാധിതനായ മലപ്പുറം ജില്ലാ കളക്ടറുടെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടതിനെ തുടർന്ന് മുഖ്യമന്ത്രിയും 7 മന്ത്രിമാരും സ്വയം നിരീക്ഷണത്തിൽ പോയി എന്ന വാർത്ത ഇന്ന് വൈകുന്നേരത്തോടെ പുറത്തുവന്നു. കരിപ്പൂർ വിമാനത്താവളത്തിലെത്തിയ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണനും ചീഫ് സെക്രട്ടറിയും സ്വയം നിരീക്ഷണത്തിൽ പോയി. ആരോഗ്യമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിമാരാണ് നിരീക്ഷണത്തിൽ പ്രവേശിച്ചത്. AC മൊയ്തീനും VS സുനിൽകുമാറും നടത്തിയ ആന്റിജൻ പരിശോധനാ ഫലം നെഗറ്റീവായി. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും കരിപ്പൂരിലെത്തിയിരുന്നെങ്കിലും നിരീക്ഷണത്തിൽ പോയിട്ടില്ല. മന്ത്രിമാർ നിരീക്ഷണത്തിൽ പ്രവേശിക്കുന്നതിൽ ഒരു തരത്തിലുമുള്ള ഭരണപ്രതിസന്ധിയും ഉണ്ടാകില്ലെന്ന് മന്ത്രി EP ജയരാജൻ 24-നോട് പറഞ്ഞു. മലപ്പുറം കളക്ടറേറ്റിൽ ഏതാനും ചില ഉദ്യോഗസ്ഥന്മാർക്കും സബ് കളക്ടർ ഉൾപ്പെടെയുള്ളവർക്കുണ്ട് എന്നാണ് പറഞ്ഞത്. അതിന്റെ ഭാഗമായി സ്വയം നിരീക്ഷണത്തിലാണ്. ഞാനിന്നിപ്പോ ടെസ്റ്റ് നടത്തുകയും ചെയ്തു, ആന്റിജൻ ടെസ്റ്റ്. ഞാനും എന്റെ ഗൺമാനും അതോടൊപ്പം എന്റെ വീട്ടുകാരുൾപ്പെടെയുള്ള എല്ലാവരും
നെഗറ്റീവാണ് റിസൾട്ട്. മുഖ്യമന്ത്രി സ്വമേധയാ ക്വാറന്റൈനിൽ പോയി. തീർച്ചയായും മുഖ്യമന്ത്രി ക്വാറന്റൈനിൽ പോയ നിലയിൽ ഞങ്ങളും അതേ നിലപാട് തന്നെ സ്വീകരിക്കുന്നു. പക്ഷേ ഇത് ഭരണരംഗത്തൊന്നും ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്നതല്ല. ഏതെങ്കിലും തരത്തിലുള്ള ഭരണപരമായിട്ടുള്ള കാര്യങ്ങളിലൊന്നും ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല. കാരണം ഞങ്ങള് ഒരു ഒബ്സർവേഷൻ ഒരു ക്വാറന്റൈനിൽ മാത്രമാണ്. മറ്റ് പ്രത്യേകിച്ചൊരു പ്രശ്നങ്ങളൊന്നും ഇല്ല. മലപ്പുറം ജില്ലാ കളക്ടർ കെ ഗോപാലകൃഷ്ണൻ, പെരിന്തൽമണ്ണ സബ് കളക്ടർ, അസിസ്റ്റന്റ് കളക്ടർ എന്നിവരുൾപ്പെടെ കളക്ടറേറ്റിലെ 21 ഉന്നത ഉദ്യോഗസ്ഥർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. തനേഷ് തമ്പിയും അഷ്കർ അലിയും വിശദാംശങ്ങളുമായി. ആദ്യം തനേഷ് തമ്പിയിലേക്ക്. തനേഷ്, ഭരണത്തലപ്പത്തുള്ള ഏറ്റവും പ്രമുഖരായവർ ഇപ്പോൾ നിരീക്ഷണത്തിലേക്ക് പോകുന്നു, മുഖ്യമന്ത്രി അടക്കമുള്ളവർ. ഇത് ഭരണ സംവിധാനത്തെ ഒരു തരത്തിലും ബാധിക്കില്ല എന്നിപ്പോൾ മന്ത്രി പി ജയരാജൻ തന്നെ 24 പറയുകയും ചെയ്തിട്ടുണ്ട്. എത്തരത്തിലേക്കാണ് മാർഗങ്ങളൊക്കെ ഒരുക്കിയിട്ടുള്ളത്? എങ്ങനെയാണ് തലസ്ഥാനത്തെ ഒരു സാഹചര്യം? അനുജ, നേരത്തെ മുതൽ തന്നെ ഈ COVID-19 വ്യാപനം അതിൻ്റെ ഒരു അതിരൂക്ഷമായ ഘട്ടത്തിലേക്ക് പോയപ്പോൾ തന്നെ മന്ത്രിമാർ അവരുടെ വീടുകളിൽ തന്നെ ഓഫീസിൻ്റെ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്ന ഒരു സംവിധാനമാണ് ഉണ്ടായിരുന്നത്. നീക്കം അടക്കമുള്ള കാര്യങ്ങൾ മന്ത്രിമാർ ഓഫീസിൽ വെച്ചാണ് നടത്തിയിരുന്നത്. പരമാവധി യോഗങ്ങളും വീഡിയോ കോൺഫറൻസ് വഴി നടത്താനുള്ള ശ്രമങ്ങളും ആരംഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് ഭരണതലത്തിൽ ഒരു തരത്തിലും ബാധിക്കില്ല എന്നുള്ളതാണ് മന്ത്രിമാരും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരും നൽകുന്നത്. ഏതായാലും അസാധാരണമായ ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഭരണതലപ്പത്തെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിമാരും അതുപോലെ തന്നെ ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരും എല്ലാം ക്വാറന്റൈനിൽ പോകേണ്ട ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നു. മലപ്പുറം കളക്ടർ കെ ഗോപാലകൃഷ്ണന്റെ പ്രാഥമിക സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടതുകൊണ്ടാണ് ഇവരെല്ലാം ക്വാറന്റൈനിൽ പോയത്. ഇതിൽ ഏറ്റവും പ്രധാനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ക്വാറന്റൈനിലേക്ക് പ്രവേശിക്കുന്നു എന്നുള്ളതാണ്. അത് ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായി നിൽക്കുന്നു എന്ന് കാണേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ മന്ത്രിമാരായ AC മൊയ്തീൻ, KT ജലീൽ തുടങ്ങിയവരും ക്വാറന്റൈനിലേക്ക് പോകുന്നു. VS സുനിൽകുമാർ, കടന്നപ്പള്ളി രാമചന്ദ്രൻ, അതുപോലെ തന്നെ AK ശശീന്ദ്രൻ, EP ജയരാജൻ, ഈ മന്ത്രിമാരും സ്വയം നിരീക്ഷണത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനം പുറമേയുള്ള പരിപാടികൾ എന്ന് പറയുന്നത് നാളെ സ്വാതന്ത്ര്യദിനമാണ്. ആ ദിവസത്തെ പതാക ഉയർത്തൽ ഉൾപ്പെടെയുള്ള പരിപാടികളാണ് ഏറ്റവും പ്രധാനമായും ഷെഡ്യൂൾ ചെയ്തിരുന്നത്. ഇതിൽ ഈ മന്ത്രിമാരും അതുപോലെ തന്നെ മുഖ്യമന്ത്രി പങ്കെടുക്കേണ്ട തിരുവനന്തപുരത്തെ പരിപാടികളിലും ചില പ്രത്യേക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനായിരിക്കും പതാക ഉയർത്തുക എന്നുള്ളതാണ്. അതേസമയം ഗവർണർ ഈ കരിപ്പൂരിൽ എത്തിയിരുന്നുവെങ്കിൽ പോലും അദ്ദേഹം നിരീക്ഷണത്തിൽ പോയിട്ടില്ല. എന്ന് മാത്രമല്ല, നാളെ രാജ്ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ സ്വാതന്ത്ര്യദിന പരിപാടിയിൽ അദ്ദേഹം പതാക ഉയർത്തും എന്നും രാജ്ഭവൻ കേന്ദ്രങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ഇപ്പോഴത്തെ ഒരു സാഹചര്യം മറികടക്കാൻ കഴിയുമെന്നുള്ളത് തന്നെയാണ് പൊതുവിൽ പ്രതീക്ഷിക്കുന്നത്. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് ആന്റിജൻ പരിശോധന നടത്തുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ആരോഗ്യവകുപ്പ് എടുത്തു കഴിഞ്ഞു. 2 മന്ത്രിമാർക്ക് ഇപ്പോൾ ആന്റിജൻ പരിശോധന പൂർത്തിയായി. ഇരുവരും നെഗറ്റീവാണ്. AC മൊയ്തീനും അതുപോലെ തന്നെ VS സുനിൽകുമാറും മറ്റു മന്ത്രിമാരെയും ഉടൻ തന്നെ പരിശോധനയ്ക്ക് വിധേയമാക്കും. അതുകൊണ്ട് തന്നെ പരിഭ്രമിക്കേണ്ട ഒരു സാഹചര്യം നിലവിലില്ല. ഭരണപരമായിട്ടുള്ള നടപടികളെ ഒരു തരത്തിലും ഈ പ്രശ്നങ്ങൾ ബാധിക്കില്ല എന്നുള്ളതാണ് ഭരണസ്ഥിരാ കേന്ദ്രം. ഇപ്പോൾ 24-ന് നിയമസഭാ സമ്മേളനം നടക്കുമെന്ന് നേരത്തെ തന്നെ അറിയിപ്പ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ ഇങ്ങനെ ഒരു അനിശ്ചിതാവസ്ഥ നിലനിൽക്കുമ്പോൾ ആ സമ്മേളനത്തെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് ഈ ഘട്ടത്തിൽ പറയുക, അതൊരു പക്ഷേ പറയാൻ കുറച്ച് നേരത്തെയാണോ എന്ന് എനിക്കറിയില്ല. എന്തെങ്കിലും അതേക്കുറിച്ചൊരു സൂചനയുണ്ടോ? തീർച്ചയായും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും പരിശോധിക്കേണ്ടി വരും. കാരണം ഇപ്പോൾ ഇവരുടെ എല്ലാം സ്പീക്കർ P ശ്രീരാമകൃഷ്ണൻ അടക്കം നിരീക്ഷണത്തിൽ പോയിരിക്കുകയാണ്. അദ്ദേഹം കരിപ്പൂരിൽ വിമാനത്താവളത്തിൽ എത്തിയിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഇവരുടെ ആന്റിജൻ പരിശോധനകൾ പൂർത്തിയാക്കുകയും കുറച്ച് ദിവസമെങ്കിലും ക്വാറന്റൈനിൽ കഴിയുകയും ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ട്. ഏതായാലും 10 ദിവസം കൂടി ബാക്കിയുണ്ട് നിയമസഭാ സമ്മേളനത്തിന്. അതുകൊണ്ട് അതിനുള്ളിൽ തന്നെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും. എല്ലാവർക്കും പൂർണ്ണ ആരോഗ്യത്തോടുകൂടി മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ വരാൻ കഴിയും എന്നുള്ളതാണ് പൊതുവിൽ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടന്നിട്ടില്ല. ഇന്ന് വൈകിട്ടാണ് ഈ എല്ലാവരും നിരീക്ഷണത്തിലേക്ക് പോകുന്നതായിട്ടുള്ള അറിയിപ്പെല്ലാം പുറത്തേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ നാളെ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദമായ ചർച്ചകൾ നടക്കും. ഒരു പക്ഷേ നിരീക്ഷണം തുടരേണ്ട ഒരു സാഹചര്യം വരികയാണെങ്കിൽ ഉറപ്പായും നിയമസഭാ സമ്മേളനം മാറ്റിവെക്കേണ്ടതായി വരും. ശരി, കരിപ്പൂരിലെത്തിയ മുഖ്യമന്ത്രിയും 7 മന്ത്രിമാരും സ്വയം നിരീക്ഷണത്തിലേക്ക് പോകുന്നു. ഒപ്പം സ്പീക്കറുണ്ട്, DGP ഉണ്ട്, ചീഫ് സെക്രട്ടറിയുമുണ്ട്. മലപ്പുറം ജില്ലാ കളക്ടർ കെ ഗോപാലകൃഷ്ണനും പെരിന്തൽമണ്ണ സബ് കളക്ടറിനും അസിസ്റ്റന്റ് കളക്ടറും അടക്കം 21 ഉന്നത ഉദ്യോഗസ്ഥർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇവരുമായി സമ്പർക്കം പുലർത്തിയ മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഇങ്ങനെ നിരീക്ഷണത്തിലേക്ക് പോകേണ്ട സാഹചര്യം ഉണ്ടായത്. അഷ്കർ അലി വിശദാംശങ്ങളുമായുണ്ട്. അഷ്കർ, ഇപ്പോൾ മലപ്പുറത്തെ സാഹചര്യം എങ്ങനെയാണ്? കൂടുതൽ പേർ സമ്പർക്കത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്നതിന് കൂടുതൽ പട്ടികകൾ പുറത്തു വരുന്നുണ്ടോ?
ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ മലപ്പുറം ജില്ലയിലുള്ളത്. ഇന്ന് 198 പേർക്ക് കോവിഡ് ബാധ സ്ഥിരീകരിച്ചപ്പോൾ അതിൽ 179 പേർക്കും സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ. ആ 179ലാണ് 16 ഉറവിടമറിയാത്ത കേസുകളാണ് ഇന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട പ്രധാന കേസുകൾ. മലപ്പുറം ജില്ലാ കളക്ടർ കെ ഗോപാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള 16 പേരെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ രോഗത്തിൻ്റെ ഉറവിടം അറിയാത്ത കേസുകളാണ്. അതിൽ തന്നെ പ്രധാനമായി 6 ആരോഗ്യ പ്രവർത്തകർ കൂടി ഇതിൽ ഉൾപ്പെടുന്നു എന്നുള്ള വിവരം ഇപ്പോൾ ജില്ലാ ആരോഗ്യ വകുപ്പ് അറിയിക്കുന്നുണ്ട്. ജില്ലയെ ഏറെ ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ്. കാരണം ജില്ലയെ തന്നെ നിയന്ത്രിച്ചിരുന്ന അല്ലെങ്കിൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചിരുന്ന മലപ്പുറം ജില്ലാ കളക്ടർ, അതുപോലെ തന്നെ പെരിന്തൽമണ്ണ സബ് കളക്ടർ KS അഞ്ജു, അതുപോലെ മലപ്പുറം അസിസ്റ്റന്റ് കളക്ടർ വിഷ്ണുരാജ്, അതുപോലെ തന്നെ ASP ഹേമലത ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം ജില്ലാ പോലീസ് മേധാവി U അബ്ദുൽ കരീമിനും കോവിഡ് ബാധ സ്ഥിരീകരിച്ചിരുന്നു. ഇവരെ ഉൾപ്പെടെയുള്ള ആളുകൾക്കാണ് ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ കോവിഡ് ബാധ സ്ഥിരീകരിക്കുകയും ഇവരൊക്കെ ആശുപത്രികളിലേക്ക് മാറ്റുകയും ചെയ്തിരിക്കുന്നത്. തികച്ചും ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മലപ്പുറം ജില്ലയിൽ കോവിഡ് ബാധിതരുടെ എണ്ണം തുടർച്ചയായി 200 കടക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു കോവിഡ് വ്യാപന ഭീതി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് ഇതിന് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്ന ആളുകൾ കോവിഡ് ബാധിതരായി മാറുന്നത്. മാത്രമല്ല ഇവരുമായി ബന്ധപ്പെട്ട സമ്പർക്കം പുലർത്തിയിരുന്ന ആളുകൾ മലപ്പുറം ജില്ലാ കളക്ടറേറ്റിലും അതുപോലെ തന്നെ ജില്ലാ പോലീസ് കാര്യാലയത്തിലും ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ഓഫീസുകളിലെ ആളുകളൊക്കെ തന്നെ ഇപ്പോൾ നിരീക്ഷണത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. മലപ്പുറം കളക്ടറേറ്റ് കുറച്ച് സമയത്തേക്കെങ്കിലും താൽക്കാലികമായി അടച്ചിടുകയും ചെയ്തു. ഇത്തരത്തിൽ ജില്ലയുടെ ഭരണസിരാ കേന്ദ്രവും ഭരണനിർവഹണ വിഭാഗവും വലിയ തോതിൽ തിരിച്ചടി ഏൽക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ടായിട്ടുണ്ട്. അതിനെ മറികടക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. മാത്രമല്ല ജില്ലാ മെഡിക്കൽ ഓഫീസർ ഉൾപ്പെടെയുള്ള അതുപോലെ തന്നെ മറ്റ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർക്ക് ഇവരുടെ സമ്പർക്ക പട്ടികയിലാവുകയും അവരൊക്കെ തന്നെ നിരീക്ഷണത്തിലേക്ക് മാറുകയും ചെയ്തിട്ടുണ്ട്. ഇത് പരമാവധി ആളുകളുടെ പരിശോധനകൾ വേഗത്തിൽ പൂർത്തിയാക്കാനുള്ള നടപടികളാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് ആരംഭിച്ചിരിക്കുന്നത്. മറ്റൊന്ന് ഇവരുമായി ബന്ധപ്പെട്ടവരുടെ സമ്പർക്ക പട്ടിക പരമാവധി വേഗത്തിൽ പൂർത്തിയാക്കാനും ആരോഗ്യവകുപ്പ് ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അനുജ, ശരി, മലപ്പുറത്താണ് ഇപ്പോൾ ഏറ്റവും ഇത്തരത്തിൽ ആശങ്കാജനകമായ സ്ഥിതിവിശേഷം ഉണ്ടാക്കിയിരിക്കുന്നത്. കളക്ടർ കെ ഗോപാലകൃഷ്ണനും പെരിന്തൽമണ്ണ സബ് കളക്ടർക്കും അസിസ്റ്റന്റ് കളക്ടർക്കും കോവിഡ് സ്ഥിരീകരിക്കുന്നു. ഇതിൽ കളക്ടറേറ്റിൽ തന്നെ 21 ഉന്നത ഉദ്യോഗസ്ഥരുണ്ട് എന്നതാണ് ആശങ്ക വർദ്ധിപ്പിക്കുന്നത്. അതിനിടെ പ്രതീക്ഷ നൽകിക്കൊണ്ടാണ് ഈ ഒരു വാർത്ത പുറത്തു വന്നിരിക്കുന്നത്. ഇന്ത്യയിലെ കോവാക്സിൻ ആദ്യഘട്ട പരീക്ഷണത്തിൽ ശുഭസൂചനകൾ എന്ന മട്ടിൽ റിപ്പോർട്ടുകൾ. ആദ്യഘട്ട പരീക്ഷണത്തിൽ പ്രതികൂല ഫലമില്ലെന്ന് റോത്തക്കിലെ പരീക്ഷണത്തിലെ പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്റർ വെളിപ്പെടുത്തിയതായി ഇംഗ്ലീഷ് പത്രം റിപ്പോർട്ട് ചെയ്തു. ഹരിയാന റോത്തക്കിലെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ നടക്കുന്ന പരീക്ഷണത്തിലെ വിവരങ്ങളാണ് പുറത്തുവന്നത്. വാക്സിൻ സുരക്ഷിതമാണെന്ന മട്ടിലാണ് ആദ്യഫല സൂചനകളെന്നും പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്റർ വ്യക്തമാക്കിയതായി റിപ്പോർട്ടിൽ പറയുന്നു. രാജ്യത്തെ 12 ഇടങ്ങളിലാണ് മനുഷ്യരിൽ കോവാക്സിൻ പരീക്ഷണം പുരോഗമിക്കുന്നത്. അതിനിടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രോഗമുക്തനായി. പരിശോധനാ ഫലം നെഗറ്റീവായെന്ന് അമിത്ഷാ തന്നെയാണ് ഔദ്യോഗിക ട്വിറ്റർ പേജിലൂടെ അറിയിച്ചത്. രോഗമുക്തനായെങ്കിലും കുറച്ചു ദിവസം കൂടി നിരീക്ഷണത്തിൽ തുടരും. തന്റെ ആരോഗ്യ സൗഖ്യത്തിനായി പ്രാർത്ഥിച്ചവർക്കും ഹരിയാന മെദാന്തയിലെ ആരോഗ്യ പ്രവർത്തകർക്കും അമിത്ഷാ നന്ദി അറിയിച്ചു. ഓഗസ്റ്റ് 2-നാണ് കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് അമിത്ഷായെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. കോവിഡ് ബാധിതനായ ഗായകൻ SP ബാലസുബ്രഹ്മണ്യം ഗുരുതരാവസ്ഥയിലെന്ന വാർത്ത കൂടി അല്പസമയം മുൻപ് പുറത്തുവന്നു. ഇന്നലെ അർദ്ധരാത്രി മുതൽ ആരോഗ്യനില വഷളായെന്ന് ചെന്നൈ MGM ആശുപത്രി പുറത്തുവിട്ട മെഡിക്കൽ ബുള്ളറ്റിനിൽ വ്യക്തമാക്കി. കോവിഡ് ലക്ഷണങ്ങളെ തുടർന്ന് ഓഗസ്റ്റ് 5-നാണ് ഗായകൻ SP ബാലസുബ്രഹ്മണ്യത്തെ ചെന്നൈയിലെ MGM ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. രോഗം സ്ഥിരീകരിച്ചെങ്കിലും ആരോഗ്യനിലയിൽ കാര്യമായ പ്രശ്നമുണ്ടായിരുന്നില്ല. അടുത്ത ദിവസങ്ങളിൽ ആശുപത്രി വിടാൻ സാധിക്കുമെന്ന് പ്രതീക്ഷ പ്രകടിപ്പിക്കുന്ന വീഡിയോയും തന്റെ ഫേസ്ബുക്ക് പേജിൽ SPB പോസ്റ്റ് ചെയ്തിരുന്നു. എന്നാൽ ഇന്നലെ അർദ്ധരാത്രിയോടെ ആരോഗ്യനില വഷളായെന്ന് മെഡിക്കൽ ബുള്ളറ്റിനിൽ അറിയിച്ചു. തുടർന്ന് തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് മാറ്റി. ഇപ്പോൾ വെന്റിലേറ്ററിലാണെന്നും അറിയിച്ചു. മുഴുവൻ സമയ നിരീക്ഷണത്തിനായി പ്രത്യേക മെഡിക്കൽ സംഘത്തെ നിയോഗിച്ചുവെന്ന് ആശുപത്രി അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ അനുരാധ ഭാസ്കരൻ വ്യക്തമാക്കി. 24 ഡൽഹി. കോട്ടയം മെഡിക്കൽ കോളേജിലെ PG ഡോക്ടേഴ്സിന്റെ സമരം അവസാനിച്ചു. സമരം ആരംഭിച്ച് 2 മണിക്കൂറിനുള്ളിൽ ശമ്പളം ലഭ്യമാക്കിയതോടെയാണ് നിസ്സഹകരണം അവസാനിപ്പിച്ചത്. 44 ദിവസങ്ങളായി ശമ്പളം ലഭിക്കാത്തതിനെ തുടർന്നായിരുന്നു പ്രതിഷേധം. കഴിഞ്ഞ ദിവസം നടത്തിയ ചർച്ചയിലെ ഉറപ്പ് പ്രകാരം ഉച്ചവരെ PG ഡോക്ടർമാർ ഡ്യൂട്ടി തുടർന്നു. പിന്നെയും ശമ്പളം എത്താതിരുന്നതോടെയാണ് കോവിഡ് വാർഡിലും അത്യാഹിത വിഭാഗത്തിലും ഒഴികെയുള്ള ഡോക്ടർമാർ സമരം ആരംഭിച്ചത്. മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ പ്രവർത്തനം പ്രതിസന്ധിയിലായതോടെ പ്രിൻസിപ്പൽ ഇടപെട്ട പ്രശ്നം പരിഹരിച്ചു. 3:30-ഓടെ ശമ്പളം ലഭ്യമായി. ഇതോടെയാണ് സമരം അവസാനിച്ചത്. പകരം ചുമതല നൽകാതെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഒരാഴ്ച അവധിയെടുത്തതാണ് ശമ്പളം മുടങ്ങാൻ കാരണം. 24 കോട്ടയം.
സംസ്ഥാനത്ത് കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ധനസഹായം നൽകണമെന്ന് UDF കൺവീനർ ബെന്നി ബെഹനാൻ. ഒരു കുടുംബത്തിന് 2 ലക്ഷം രൂപ വീതം ധനസഹായം നൽകണം. കോവിഡ് മരണങ്ങൾ സർക്കാർ മറച്ചുവെക്കുകയാണെന്നും ഇതിൽ ദുരൂഹതയുണ്ടെന്നും ബെന്നി ബെഹനാൻ ആരോപിച്ചു. നമ്മുടെ സംസ്ഥാനത്ത് കോവിഡ് മൂലം മരിച്ചവരുടെ കണക്ക് ഓഡിറ്റിംഗ് നടത്തി കൃത്യപ്പെടുത്തി ആ മരണ കണക്ക് പ്രസിദ്ധീകരിക്കുന്നതിനും അവർക്ക് വേണ്ടത്ര സാമ്പത്തിക സഹായം ചെയ്തു കൊടുക്കാൻ ഗവൺമെൻറ് ബാധ്യതപ്പെട്ടതാണ്. ഇതൊരു ദുരന്തമാണിത്. ആ ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടു പോയവരെ സഹായിക്കുക എന്ന ഉത്തരവാദിത്തം ഗവൺമെൻറ് ഏറ്റെടുക്കണം. അതുകൊണ്ട് അടിയന്തരമായി മരിച്ചവരുടെ കുടുംബത്തിന് ചുരുങ്ങിയത് 2 ലക്ഷം രൂപയെങ്കിലും സാമ്പത്തിക സഹായം നൽകാൻ ഗവൺമെൻറ് അടിയന്തരമായി മുന്നോട്ട് വരണമെന്ന് ഞാൻ ഒരിക്കൽ കൂടി ആവശ്യപ്പെടുന്നു. കോവിഡ് ബാധിതരുടെ ഫോൺ കോൾ വിവരങ്ങൾ ശേഖരിക്കാൻ പോലീസിന് അനുമതി നൽകിക്കൊണ്ടുള്ള ഉത്തരവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി. മൗലികാവകാശങ്ങളുടെ നഗ്നമായ ലംഘനമാണ് സർക്കാർ നടപടിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കത്ത്. സർക്കാരിനെ വിമർശിക്കുന്നവരുടെ ഫോൺ രേഖകൾ ചോർത്താനുള്ള വില കുറഞ്ഞ തന്ത്രത്തിന്റെ ഭാഗമാണോ സർക്കാർ നീക്കമെന്നും രമേശ് ചെന്നിത്തല സംശയം പ്രകടിപ്പിച്ചു. കോവിഡ് പ്രതിരോധത്തിന്റെ ചുമതല പോലീസിന് നൽകിയത് വിവാദമായതിനു പിന്നാലെയാണ് രോഗികളുടെ ഫോൺ കോൾ വിവരങ്ങൾ ശേഖരിക്കാനുള്ള നീക്കവും പ്രതിഷേധത്തിനിടയാക്കിയിരിക്കുന്നത്. തീരുമാനത്തിൽ നിന്ന് സർക്കാർ പിന്മാറണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിക്ക് കത്തു നൽകുകയും ചെയ്തിട്ടുണ്ട്. രാജ്യസുരക്ഷയെ ബാധിക്കും വിധം പ്രവർത്തിക്കുന്ന കുറ്റവാളികളുടെ ഫോൺ കോൾ വിവരങ്ങൾ ശേഖരിക്കാൻ മാത്രമാണ് രാജ്യത്തെ നിയമം അനുവാദം നൽകുന്നത്. എന്നാൽ കോവിഡ് രോഗം ഒരു കുറ്റമല്ലാത്തതിനാൽ സർക്കാർ നടപടിക്ക് ഒരു തരത്തിലും നിയമസാധുതയില്ലെന്നും ചെന്നിത്തല കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. നടപടിക്രമങ്ങൾ പാലിക്കാതെയും വ്യക്തികളുടെ അനുവാദം കൂടാതെയും അവരുടെ സ്വകാര്യ വിവരങ്ങൾ ശേഖരിക്കുന്നത് മൗലികാവകാശങ്ങളുടെ നഗ്നമായ ലംഘനമാണെന്നും ചെന്നിത്തല കുറ്റപ്പെടുത്തി. സർക്കാരിനെ വിമർശിക്കുന്നവരുടെ ഫോൺ രേഖകൾ ചോർത്താനുള്ള വില കുറഞ്ഞ തന്ത്രത്തിന്റെ ഭാഗമാണോ സർക്കാർ നീക്കമെന്ന സംശയവും ചെന്നിത്തല പ്രകടിപ്പിച്ചു. 24 തിരുവനന്തപുരം. 24 വാർത്തയിലേക്ക് തിരികെ എത്താം. വളരെ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. വാർത്ത തുടരുന്നു. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി സ്വപ്നയുമായി അടുത്ത ബന്ധമുള്ള മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി M ശിവശങ്കറിനെ ചോദ്യം ചെയ്യണമെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. സ്വപ്നയ്ക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിർണായക സ്വാധീനമെന്നും എൻഫോഴ്സ്മെന്റ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നൽകിയ കസ്റ്റഡി അപേക്ഷയിൽ പറയുന്നു. പ്രതികളായ സ്വപ്ന, സരിത്, സന്ദീപ് എന്നിവരെ ഈ മാസം 17 വരെ എൻഫോഴ്സ്മെന്റ് കസ്റ്റഡിയിൽ വിട്ടു. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ തനിക്ക് നിർണായക സ്വാധീനമുണ്ടായിരുന്നുവെന്ന് സ്വപ്ന വെളിപ്പെടുത്തിയതായാണ് എൻഫോഴ്സ്മെന്റ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നൽകിയ കസ്റ്റഡി അപേക്ഷയിൽ പറയുന്നത്. മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി M ശിവശങ്കറിനെ ചോദ്യം ചെയ്യണമെന്ന് എൻഫോഴ്സ്മെന്റ് കോടതിയെ അറിയിച്ചു. സ്വപ്നയുടെ ഇടപാടുകൾ സംശയിക്കത്തക്കതാണെന്ന് M ശിവശങ്കറിന് അറിയാമായിരുന്നു. സ്വപ്നയുടെ വ്യക്തിത്വത്തെക്കുറിച്ച് വ്യക്തമായ ധാരണയുള്ള ആളെന്ന് സൂചിപ്പിച്ചാണ് ശിവശങ്കറിനെ ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്ന് എൻഫോഴ്സ്മെന്റ് വ്യക്തമാക്കുന്നതും. പ്രളയ ദുരിതാശ്വാസത്തിന് പണം പിരിക്കാൻ UAE-യിലെത്തിയപ്പോൾ ശിവശങ്കർ സ്വപ്നയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. പ്രതികളുടെ ഉന്നത ബന്ധങ്ങൾ പുറത്തുവരണമെങ്കിൽ ശിവശങ്കറിനെ ചോദ്യം ചെയ്യേണ്ടത് ആവശ്യമാണെന്നും എൻഫോഴ്സ്മെന്റ് കോടതിയെ അറിയിച്ചു. സ്വപ്ന, സരിത്, സന്ദീപ് എന്നീ പ്രതികളെ ഓഗസ്റ്റ് 17 വരെ കോടതി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കസ്റ്റഡിയിൽ വിട്ടു നൽകി. 3 പ്രതികളെയും ചോദ്യം ചെയ്യുന്നതിനും കോടതി മാർഗനിർദ്ദേശം നൽകിയിട്ടുണ്ട്. രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെ മാത്രമേ ചോദ്യം ചെയ്യാൻ പാടുള്ളൂ. സ്വപ്നയെ ചോദ്യം ചെയ്യുമ്പോൾ വനിതാ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം ഉറപ്പാക്കണമെന്നും കോടതി പറഞ്ഞു. ശാരീരിക ബുദ്ധിമുട്ടുള്ള സമയത്ത് പോലും സ്വപ്നയെ തുടർച്ചയായി 6 മണിക്കൂർ ചോദ്യം ചെയ്തുവെന്ന പ്രതിഭാഗം അഭിഭാഷകന്റെ വാദം കേട്ട കോടതി കസ്റ്റഡി പീഡനം പാടില്ലെന്നും ഓർമ്മിപ്പിച്ചു. സഹിൻ ആന്റണി, 24 കൊച്ചി. 24 വാർത്തയിൽ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി നോക്കാം. സംസ്ഥാനത്തെ കോവിഡ് സാഹചര്യം സങ്കീർണമാകുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനും 7 മന്ത്രിമാരും സ്പീക്കറും സ്വയം നിരീക്ഷണത്തിൽ, ചീഫ് സെക്രട്ടറിയും DGPയും ക്വാറന്റൈനിൽ. ഇന്ന് ഏറ്റവും ഉയർന്ന പ്രതിദിന കോവിഡ് കണക്ക്. രോഗം സ്ഥിരീകരിച്ചത് 1569 പേർക്ക്. 1354 സമ്പർക്ക രോഗബാധ. 10 മരണം കൂടി ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. സ്വർണ്ണക്കടത്ത് കേസിൽ M ശിവശങ്കറിനെ വീണ്ടും ചോദ്യം ചെയ്യണമെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സ്വപ്ന സുരേഷിന് വലിയ സ്വാധീനം. പ്രതികളെ മാനസികമായി പീഡിപ്പിച്ചാൽ നടപടിയെന്ന് ED ഉദ്യോഗസ്ഥരോട് കോടതി. ഏത് വമ്പന്മാരെ പറ്റിയും അന്വേഷിക്കാമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. ഡേറ്റ ചോർച്ച വിവാദത്തിൽ മറുപടിയുമായി KSFE. കരാർ നൽകിയത് നടപടിക്രമം പാലിച്ച്. ഇന്ത്യയിലെ കോവിഡ് വാക്സിൻ ആദ്യഘട്ട പരീക്ഷണങ്ങളിൽ ശുഭസൂചനകൾ. പ്രതികൂല ഫലമില്ലെന്ന് ഹരിയാന റോഹ്തക്കിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കോവിഡ് മുക്തനായി. രോഗം ബാധിച്ച സംഗീതജ്ഞൻ SP ബാലസുബ്രഹ്മണ്യത്തിന്റെ നില ഗുരുതരം. ജീവൻ നിലനിർത്തുന്നത് വെന്റിലേറ്റർ സഹായത്തോടെ. രാജ്യത്ത് രോഗബാധിതരുടെ എണ്ണം 24 ലക്ഷം കടന്നു.
കാസർഗോഡ് ബളാലിൽ സഹോദരിയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതി കുറ്റം സമ്മതിച്ചു. ആൽബിനെ വീട്ടിലെത്തിച്ച് തെളിവെടുത്തു. കൊലപാതകത്തിന് ആസൂത്രണം തുടങ്ങിയത് മാസങ്ങൾക്ക് മുൻപെന്ന് പോലീസ്. ഒരു 15-year-old പെൺകുട്ടി ഫുഡ് പോയ്സണിംഗ് ആയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ട്. പിന്നെ കുട്ടി മരിച്ച കാര്യം നമുക്ക് മനസ്സിലായി. അപ്പോൾ നമ്മൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ട് അന്വേഷണം ചെയ്തു. ഓൺ ഇൻവെസ്റ്റിഗേഷൻ ബ്രദറിന്റെ ഇൻവോൾവ്മെന്റ് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ആൽബിന്റെ കാമുകി കേസിൽ സാക്ഷിയാകും. പത്തനംതിട്ട ചിറ്റാറിലെ മത്തായിയുടെ മരണത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ പ്രതി ചേർത്ത് റിപ്പോർട്ട് നൽകി. റാന്നി കോടതിയിൽ പോലീസ് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചത് നരഹത്യ ഉൾപ്പെടെ 11 വകുപ്പുകൾ ചേർത്ത്. കൂടത്തായി കൊലക്കേസിൽ ജോളിയുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. ഉത്ര വധക്കേസിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. ഇപ്പോൾ രാഷ്ട്രപതിയുടെ സ്വാതന്ത്ര്യദിന സന്ദേശം ആരംഭിച്ചിരിക്കുന്നു. അതിലേക്ക് തത്സമയം. उत्साह से भर जाते हैं। हमारे युवाओं के लिए यह स्वाधीनता के गौरव को महसूस करने का दिन है। इस अवसर पर हम अपने स्वाधीनता सेनानियों के बलिदान को कृतज्ञता के साथ याद करते हैं। उनके बलिदान के बल पर ही हम सब आज एक स्वाधीन देश के निवासी हैं। हमारे स्वाधीनता संग्राम के आदर्शों की नींव पर ही आधुनिक भारत का निर्माण हो रहा है। हमारे दूरदर्शी राष्ट्र नायकों ने अपने विविध विचारों को राष्ट्रीयता के एक सूत्र में पिरोया था। उनकी साझा प्रतिबद्धता थी देश को दमनकारी विदेशी शासन से मुक्त कराना और भारत माता की संतानों के भविष्य को सुरक्षित करना। उन्होंने अपने कार्यकलापों से आधुनिक राष्ट्र के रूप में भारत की पहचान को मूर्त रूप प्रदान किया। हम सौभाग्यशाली हैं कि महात्मा गांधी हमारे स्वाधीनता आंदोलन के मार्गदर्शक रहे। उनके व्यक्तित्व में एक संत और राजनेता का जो समन्वय दिखाई देता है वह भारत की मिट्टी में ही संभव था। सामाजिक संघर्ष, आर्थिक समस्याओं और जलवायु परिवर्तन से परेशान आज की दुनिया गांधी जी की शिक्षाओं में समाधान पाती है। समानता और न्याय के लिए उनकी प्रतिबद्धता हमारे गणतंत्र का मूल मंत्र है। गांधी जी के बारे में युवा पीढ़ी की जिज्ञासा और उत्साह को देखकर मुझे अत्यंत खुशी होती है। प्यारे देशवासियों, इस वर्ष स्वतंत्रता दिवस के उत्सवों में हमेशा की तरह धूमधाम नहीं होगी। इसका कारण स्पष्ट है। पूरी दुनिया एक ऐसे घातक वायरस से जूझ रही है जिसने जनजीवन को भारी क्षति पहुंचाई है और हर प्रकार की गतिविधियों में बाधा उत्पन्न की है। इस वैश्विक महामारी के कारण हम सबका जीवन पूरी तरह से बदल गया है। यह बहुत आश्वस्त करने वाली बात है कि इस चुनौती का सामना करने के लिए केंद्र सरकार ने पूर्व अनुमान करते हुए समय रहते प्रभावी कदम उठा लिए थे। इन असाधारण प्रयासों के बल पर घनी आबादी और विविध परिस्थितियों वाले हमारे विशाल देश में इस चुनौती का सामना किया जा रहा है। राज्य सरकारों ने स्थानीय परिस्थितियों के अनुसार कार्रवाई की। जनता ने पूरा सहयोग दिया। इन प्रयासों से हमने वैश्विक महामारी की विकरालता पर नियंत्रण रखने और बहुत बड़ी संख्या में लोगों के जीवन की रक्षा करने में सफलता प्राप्त की है। यह पूरे विश्व के सामने एक अनुकरणीय उदाहरण है। राष्ट्र उन सभी डॉक्टरों, नर्सों तथा अन्य स्वास्थ्य कर्मियों का ऋणी है जो कोरोना वायरस के खिलाफ इस लड़ाई में अग्रिम पंक्ति के योद्धा रहे हैं। दुर्भाग्यवश उनमें से अनेक योद्धाओं ने इस महामारी का मुकाबला करते हुए अपने जीवन का बलिदान दिया है। ये हमारे राष्ट्र के आदर्श सेवा योद्धा हैं। इन कोरोना योद्धाओं की जितनी भी सराहना की जाए वह कम है। ये सभी योद्धा अपने कर्तव्य की सीमाओं से ऊपर उठकर लोगों की जान बचाते हैं और आवश्यक सेवाओं की उपलब्धता सुनिश्चित करते हैं। ऐसे डॉक्टर, स्वास्थ्यकर्मी, आपदा प्रबंधन दलों के सदस्य, पुलिसकर्मी, सफाई कर्मचारी, डिलीवरी स्टाफ, परिवहन,
रेल और विमानन कर्मी, विभिन्न सेवा प्रदाता, सरकारी कर्मचारी, समाज सेवी संगठन और उदार नागरिक अपने साहस तथा निस्वार्थ सेवा के प्रेरक उदाहरण प्रस्तुत कर रहे हैं। जब गांव और नगर में कामकाज रुक जाता है और सड़कें सुनसान हो जाती हैं, तब अपने अथक परिश्रम से ये कोरोना योद्धा सुनिश्चित करते हैं कि लोगों को स्वास्थ्य सेवाएं और राहत, पानी और बिजली, परिवहन और संचार सुविधा, दूध और सब्जी, भोजन और किराने का सामान, दवा और अन्य आवश्यक सुविधाओं से वंचित न होना पड़े। ये अपनी जान को भारी जोखिम में डालते हैं ताकि हम सब इस महामारी से सुरक्षित रहें और हमारा जीवन तथा आजीविका दोनों चलती रहे। इसी दौरान पश्चिम बंगाल और उड़ीसा में आए अम्फान चक्रवात ने भारी नुकसान पहुंचाया, जिससे हमारी चुनौतियां और बढ़ गईं। इस आपदा के दौरान जानमाल की क्षति को कम करने में आपदा प्रबंधन दलों, केंद्र और राज्य की एजेंसियों तथा सजग नागरिकों के एकजुट प्रयासों से काफ़ी मदद मिली। पूर्वोत्तर और पूर्वी राज्यों में देशवासियों को बाढ़ के प्रकोप का सामना करना पड़ रहा है। इस तरह की आपदाओं के बीच समाज के सभी वर्गों के लोग एकजुट होकर संकटग्रस्त लोगों की मदद करने के लिए आगे आ रहे हैं। प्यारे देशवासियों, इस महामारी का सबसे कठोर प्रहार गरीबों और रोजाना आजीविका कमाने वालों पर हुआ है। संकट के इस दौर में उनको सहारा देने के लिए वायरस की रोकथाम के प्रयासों के साथ साथ अनेक जन कल्याणकारी कदम उठाए गए हैं। प्रधानमंत्री गरीब कल्याण योजना की शुरुआत करके सरकार ने करोड़ों लोगों को आजीविका दी है, ताकि महामारी के कारण नौकरी गंवाने, एक जगह से दूसरी जगह जाने तथा जीवन के अस्त व्यस्त होने के कष्ट को कम किया जा सके। लोगों की मदद के लिए सरकार अनेक कदम उठा रही है। इन प्रयासों में कारपोरेट सेक्टर, सिविल सोसाइटी और नागरिकों का भरपूर सहयोग मिल रहा है। किसी भी परिवार को भूखा न रहना पड़े, इसके लिए जरूरतमंद लोगों को मुफ्त अनाज दिया जा रहा है। मुफ्त अनाज उपलब्ध कराने के दुनिया के सबसे बड़े इस अभियान को नवंबर 2020 तक बढ़ा दिया गया। इस अभियान से हर महीने लगभग 80 करोड़ लोगों को राशन मिलना सुनिश्चित किया गया है। राशन कार्ड धारक पूरे देश में कहीं भी राशन ले सके, इसके लिए सभी राज्यों को वन नेशन वन राशन कार्ड योजना के तहत लाया जा रहा है। दुनिया में कहीं पर भी मुसीबत में फंसे हमारे लोगों की मदद करने के लिए प्रतिबद्ध सरकार द्वारा वंदे भारत मिशन के तहत 10 लाख से अधिक भारतीयों को स्वदेश वापस लाया गया है। भारतीय रेल द्वारा इस चुनौतीपूर्ण समय में ट्रेन सेवाएं चलाकर वस्तुओं तथा लोगों के आवागमन को संभव किया गया है। अपने सामर्थ्य में विश्वास के बल पर हमने कोविड-19 के खिलाफ लड़ाई में अन्य देशों की ओर भी मदद का हाथ बढ़ाया है। अन्य देशों के अनुरोध पर दवाओं की आपूर्ति करके हमने एक बार फिर यह सिद्ध किया है कि भारत संकट की घड़ी में विश्व समुदाय के साथ खड़ा रहता है। क्षेत्रीय और वैश्विक स्तर पर महामारी का सामना करने के लिए प्रभावी रणनीतियों को विकसित करने में हमारी अग्रणी भूमिका रही है। संयुक्त राष्ट्र सुरक्षा परिषद की अस्थायी सदस्यता के लिए हाल ही में संपन्न चुनाव में मिला भारी समर्थन भारत के प्रति व्यापक अंतर्राष्ट्रीय सद्भावना का प्रमाण है। भारत की यह परंपरा रही है कि हम केवल अपने लिए नहीं जीते हैं, बल्कि पूरे विश्व के कल्याण की भावना के साथ कार्य करते हैं। भारत की आत्मनिर्भरता का अर्थ स्वयं सक्षम होना है, दुनिया से अलगाव या दूरी बनाना नहीं। इसका अर्थ यह भी है कि भारत वैश्विक बाजार व्यवस्था में शामिल भी रहेगा और अपनी विशेष पहचान भी कायम रखेगा। प्यारे देशवासियों, आज विश्व समुदाय
वसुधैव कुटुंबकम अर्थात समस्त विश्व एक ही परिवार है कि उस मान्यता को स्वीकार कर रहा है जिसका उद्घोष हमारी परंपरा में बहुत पहले ही कर दिया गया था। लेकिन आज जब विश्व समुदाय के समक्ष आई सबसे बड़ी चुनौती से एकजुट होकर संघर्ष करने की आवश्यकता है, तब हमारे पड़ोसी ने अपनी विस्तारवादी गतिविधियों को चालाकी से अंजाम देने का दुस्साहस किया। सीमाओं की रक्षा करते हुए हमारे बहादुर जवानों ने अपने प्राण न्यौछावर कर दिए। भारत माता के वे सपूत राष्ट्र गौरव के लिए ही जिए और उसी के लिए मर मिटे। पूरा देश गलवान घाटी के बलिदानियों को नमन करता है। हर भारतवासी के हृदय में उनके परिवार के सदस्यों के प्रति कृतज्ञता का भाव है। उनके शौर्य ने यह दिखा दिया है कि यद्यपि हमारी आस्था शांति में है, फिर भी यदि कोई अशांति उत्पन्न करने की कोशिश करेगा तो उसे माकूल जवाब दिया जाएगा। हमें अपने सशस्त्र बलों, पुलिस तथा अर्धसैनिक बलों पर गर्व है। രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് സ്വാതന്ത്ര്യദിന സന്ദേശം ജനങ്ങൾക്ക് നൽകുന്നതിന് തത്സമയ സംപ്രേഷണമാണ് കേട്ടത്. ഈ സ്വാതന്ത്ര്യദിനാഘോഷം നാളെ നടക്കാനിരിക്കുന്നത് എത്തരത്തിലേക്കാണ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഉണ്ടായതിനേക്കാൾ വിഭിന്നമാകുന്നത് എന്നതാണ് രാഷ്ട്രപതി തുടക്കത്തിൽ തന്നെ വിശദീകരിച്ചത്. കോവിഡ് എത്ര വലിയ വെല്ലുവിളിയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. കോവിഡ് പോരാട്ടത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആരോഗ്യ പ്രവർത്തകർ അടക്കമുള്ളവർക്ക് അദ്ദേഹം ആദരമർപ്പിക്കുകയും ചെയ്തു. ഒപ്പം സർക്കാർ ഈ കോവിഡ് പ്രതിസന്ധിയിൽ ജനങ്ങൾക്കായി നടപ്പിലാക്കുന്ന പദ്ധതികൾ വൺ നേഷൻ വൺ കാർഡ് അടക്കമുള്ളവ എടുത്തു പറഞ്ഞുകൊണ്ടാണ് രാഷ്ട്രപതിയുടെ പ്രസംഗം. വീണ്ടും ഒരു ഇടവേള. വാർത്ത തുടരുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് ഇനി പോകുന്നത്. മുഖ്യമന്ത്രിയുടെ കോവിഡ് പരിശോധനാ ഫലം നെഗറ്റീവ്. ആരോഗ്യമന്ത്രിയുടെ പരിശോധനാ ഫലവും നെഗറ്റീവായി. ആന്റിജൻ പരിശോധനയിലാണ് കണ്ടെത്തൽ. തനേഷ് തമ്പി വിവരങ്ങളുമായി. തനേഷ്, ആശ്വാസകരമായ ഒരു വാർത്തയാണ്. ഇപ്പോൾ ഈ നിരീക്ഷണത്തിൽ പോയ എല്ലാ മന്ത്രിമാരുടെയും പരിശോധനാ ഫലങ്ങൾ പുറത്തു വരുന്നുണ്ടോ? വിവരങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും വളരെ ആശ്വാസകരമായ ഒരു വാർത്ത തന്നെയാണ്. മുഖ്യമന്ത്രിയുടെയും ആരോഗ്യമന്ത്രിയുടെയും പരിശോധനാ ഫലം നെഗറ്റീവ് ആയിരിക്കുന്നു. നിരീക്ഷണത്തിൽ പോയവരുടെ റാപ്പിഡ് ടെസ്റ്റ് ഫലമാണ് നെഗറ്റീവ് ആയിരിക്കുന്നത്. ആന്റിജൻ ടെസ്റ്റിലാണ് ഇരുവരും നെഗറ്റീവ് ആയിരിക്കുന്നത്. നേരത്തെ മന്ത്രി VS സുനിൽകുമാറിന്റെയും AC മൊയ്തീന്റെയും നെഗറ്റീവ് ആയിരുന്നു. മറ്റു മന്ത്രിമാരുടെയും വളരെ പെട്ടെന്ന് തന്നെ പരിശോധിക്കുകയും അതിന്റെ ഫലം ഉടൻ തന്നെ പുറത്തു വരികയും ചെയ്യും. ഏതായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു ഭരണം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നത് വരെ ഉള്ള ആലോചനകളും അല്ലെങ്കിൽ ആ രീതിയിലുള്ള ചർച്ചകളും ഒക്കെ നടക്കുന്ന ഒരു സാഹചര്യത്തിൽ ഭരണം തന്നെ ക്വാറന്റൈനിലായോ എന്ന ചോദ്യം ഉയരുന്ന സാഹചര്യത്തിലാണ് ഇത് ആശ്വാസകരമായ ഒരു വാർത്ത പുറത്തു വരുന്നത്. ഏതായാലും മുഖ്യമന്ത്രിയുടെയും ആരോഗ്യമന്ത്രിയുടെയും പരിശോധനാ ഫലം നെഗറ്റീവ് ആയിരിക്കുന്നു. കൂടുതൽ വിശദ പരിശോധനകളിലേക്ക് മുഖ്യമന്ത്രി അടക്കം പോകുന്നുണ്ടോ? ഈ നിരീക്ഷണത്തിൽ കഴിയുക എന്നത് അല്പ ദിവസത്തേക്ക് കൂടി തുടരുക എന്നത് തന്നെയാണോ? അല്പ ദിവസത്തേക്ക് കൂടി നിരീക്ഷണം തുടരുമെന്നുള്ളത് തന്നെയാണ്. കാരണം ആന്റിജൻ പരിശോധനയാണ് നടത്തിയിരിക്കുന്നത്. ഇനി എന്തെങ്കിലും തരത്തിലുള്ള ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ PCR ടെസ്റ്റ് അടക്കം നടത്തേണ്ടതായിട്ട് വരും. ഏതായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ ഫലം നെഗറ്റീവ് ആയിരിക്കുന്നു. ഇനി കുറച്ച് ദിവസം നിരീക്ഷണത്തിൽ കഴിയുക എന്നുള്ളതായിരിക്കും സാധാരണ നിലയിൽ നടക്കുന്ന ഒരു കാര്യം. ആ രീതിയിൽ തന്നെ മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും മുന്നോട്ട് പോകും എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ ഞാൻ ഈ ബുള്ളറ്റിൽ വന്ന സമയത്ത് സൂചിപ്പിച്ചിരുന്നതുപോലെ എല്ലാവരുടെയും ഫലം നെഗറ്റീവ് ആവുകയാണ് നിയമസഭാ സമ്മേളനം അടക്കമുള്ള കാര്യങ്ങൾക്ക് തടസ്സമില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയും. ഏതായാലും 10 ദിവസം കൂടി ഇനിയും ബാക്കിയുണ്ട്. ഈ സാഹചര്യത്തിൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഫലങ്ങൾ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചും പൊതുവെ സംസ്ഥാനത്തെ സംബന്ധിച്ചും ആശ്വാസകരമാണ്. ശരി, മുഖ്യമന്ത്രിയുടെ കോവിഡ് പരിശോധനാ ഫലം നെഗറ്റീവ് എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് ഈ നിമിഷത്തിൽ പുറത്തു വരുന്നത്. ആരോഗ്യമന്ത്രിയുടെയും പരിശോധനാ ഫലം നെഗറ്റീവാണ്. ആന്റിജൻ പരിശോധനയിലാണ് ഇവർക്ക് നെഗറ്റീവ് എന്ന കണ്ടെത്തൽ ഉണ്ടായിരിക്കുന്നത്. നേരത്തെ തന്നെ മന്ത്രി AC മൊയ്തീന്റെയും ഒപ്പം VS സുനിൽകുമാറിന്റെയും പരിശോധനാ ഫലം നെഗറ്റീവ് എന്ന വിവരം പുറത്തു വന്നിരുന്നു. ഇനിയും നിരീക്ഷണത്തിൽ ഏതാനും ദിവസം കൂടി ഇവർ തുടരും. രോഗലക്ഷണങ്ങൾ കണ്ടാൽ മറ്റ് പരിശോധനകളിലേക്ക് പോകുമെന്നാണ് തനേഷ് തമ്പി നൽകുന്ന വിവരം. കോവിഡ് ബാധിതരുടെ വിവരങ്ങൾ ശേഖരിക്കുന്നത് സംബന്ധിച്ച വിവാദത്തിൽ വിശദീകരണവുമായി പോലീസ്. വിവരശേഖരണം സ്വകാര്യതയുടെയോ മൗലികാവകാശങ്ങളുടെയോ ലംഘനമല്ലെന്നാണ് വിശദീകരണം. മഹാമാരികൾ തടയുന്നതിനായി സ്വീകരിക്കുന്ന നടപടികൾ സ്വകാര്യതയുടെ ലംഘനമാകില്ലെന്ന് സുപ്രീം കോടതി വിധിയുണ്ട്. അസാധാരണമായ സാഹചര്യത്തിൽ വ്യക്തി സ്വാതന്ത്ര്യങ്ങൾക്ക് മേൽ അനിവാര്യമായ ചില നിയന്ത്രണങ്ങൾ ആവശ്യമായി വരും. ഇതിനെ സ്വകാര്യതയിലേക്കുള്ള കടന്നാക്രമണമായി വ്യാഖ്യാനിക്കുന്നത് വസ്തുതാപരമല്ല. കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവുകളും മാനദണ്ഡങ്ങളും പാലിച്ചാണ് ക്വാറന്റൈൻ ട്രാക്കിംഗ് നടത്തുന്നതെന്നും പോലീസ് വിശദീകരണത്തിൽ പറയുന്നു. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി. ഷഫീദ്, ഇതിനോടകം തന്നെ വലിയ വിവാദമായിട്ടുണ്ട്. പ്രതിപക്ഷം ഈ വിഷയം ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട്. പോലീസിന്റെ വിശദീകരണം എങ്ങനെയാണ്? സുപ്രീം കോടതി ഉത്തരവ് തന്നെ ചൂണ്ടിക്കാട്ടിയാണോ ഇത് മൗലികാവകാശ ലംഘനമല്ല എന്ന് പോലീസ് സ്ഥാപിക്കുന്നത്?
തീർച്ചയായും അനുജ, നേരത്തെ തന്നെ ഈ കോവിഡ് രോഗികളുടെ ഫോൺ രേഖ അടക്കമുള്ള കാര്യങ്ങൾ അത്തരത്തിൽ ശേഖരിക്കുന്നത് വലിയ തരത്തിൽ വിവാദമായിരുന്നു. ഇതിന് പിന്നാലെയാണ് പോലീസിന്റെ ഔദ്യോഗികമായ വിശദീകരണം ഇക്കാര്യത്തിൽ പോലീസ് ആസ്ഥാനത്ത് നിന്ന് തന്നെ ലഭിക്കുന്നത്. നിയമം അനുശാസിക്കുന്ന വിധത്തിൽ അടിയന്തര പ്രാധാന്യത്തോടെ ചെയ്യുന്ന ഒരു കാര്യമാണ് ഇതെന്നാണ് പോലീസിന്റെ വിശദീകരണം. മാത്രമല്ല, ഈ വിവരശേഖരണം ആരുടെയും സ്വകാര്യതയുടെയോ അതേപോലെ തന്നെ മൗലികാവകാശങ്ങളുടെയോ ലംഘനമാവുന്നില്ലെന്നും ഇക്കാര്യത്തിൽ സ്വീകരിക്കാവുന്ന നടപടികളെ സംബന്ധിച്ച സുപ്രീം കോടതി തന്നെ വ്യക്തമായി വിധി പ്രസ്താവിച്ചിട്ടുണ്ടെന്നും പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. കൂടാതെ കേരള എപ്പിഡമിക് ഡിസീസസ് ഓർഡിനൻസ് പ്രകാരവും ഇത് ഇങ്ങനെ നടക്കാൻ, അല്ലെങ്കിൽ ഈ പറയുന്ന പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് മറ്റുമായി ഇങ്ങനെയുള്ള നടപടികൾ എടുക്കാൻ അധികാരമുണ്ടെന്നും അത് മാത്രമല്ല ഈ വലിയൊരു മഹാമാരി ഭീഷണി ജനങ്ങൾ നേരിടുമ്പോൾ അത് തടയുക എന്നുള്ളതാണ് പോലീസിനെ സംബന്ധിച്ചത്, അല്ലെങ്കിൽ ഒരു സർക്കാർ സിസ്റ്റത്തെ സംബന്ധിച്ച് ചെയ്യേണ്ടതെന്നും അത്തരത്തിൽ പോലീസിന്റെ വിശദീകരണത്തിൽ പറയുന്നുണ്ട്. കൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ടെലിഫോൺ ടവർ ലൊക്കേഷൻ വിവരങ്ങൾ സമ്പർക്ക വ്യാപനം തടയുന്നതിന് മാത്രമാണ് ശേഖരിക്കുന്നത്. അതുപയോഗിച്ചാണ് രോഗവ്യാപനത്തിന് കാരണമാകാനിടയുള്ള വ്യക്തിയുടെ സഞ്ചാരത്തിന്റെ റൂട്ട് മാപ്പ് തയ്യാറാക്കുന്നതും ഇതിലൂടെ ജനങ്ങൾക്ക് ജാഗ്രത പുലർത്തുന്നതിന് മുന്നറിയിപ്പ് നൽകുകയാണ് ചെയ്യുന്നതെന്നും അത്തരത്തിൽ പോലീസ് വിശദീകരിക്കുന്നു. കൂടാതെ ഈ പൊതുജനാരോഗ്യ സംരക്ഷണത്തിന് അനിവാര്യമായ നടപടികൾ മാത്രമേ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളൂവെന്നും പോലീസ് ആസ്ഥാനത്ത് നിന്ന് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിശദീകരണ കുറിപ്പിൽ പറയുന്നുണ്ട്. തെറ്റിദ്ധാരണാജനകമായ വാർത്തകൾ പരത്തി സമൂഹത്തിൽ ആശങ്കയും ആശയക്കുഴപ്പവും ഉണ്ടാക്കുന്ന ശ്രമങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ളവർ അതിൽ പിന്തിരിയണമെന്നും അത്തരത്തിൽ ഈ കുറിപ്പിൽ പറയുന്നുണ്ട്. ഏതായാലും ഇക്കാര്യത്തിൽ പോലീസ് നടപടികളുമായി, അതായത് കോവിഡ് രോഗികളുടെ ഫോൺ രേഖകൾ ശേഖരിക്കുന്ന നടപടിയുമായി പോലീസ് മുന്നോട്ട് പോകുന്നു എന്ന് തന്നെയാണ് ഈ വിശദീകരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അനുജ, ശരി, കോവിഡ് ബാധിതരുടെ CDR ശേഖരിക്കുന്നത് മൗലികാവകാശങ്ങളുടെ ലംഘനമല്ല എന്നത് സുപ്രീം കോടതി ഉത്തരവ് ചൂണ്ടിക്കാട്ടി വിശദീകരിക്കുകയാണ് പോലീസ്. വീണ്ടും ഒരു ഇടവേള. വാർത്ത തുടരുന്നു. തിരുവനന്തപുരം കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് മലബാറിൽ റെയ്ഡ് തുടരുന്നു. നയതന്ത്ര ബാഗ് വഴി കടത്തിയ സ്വർണത്തിലെ 1.25 കിലോ സ്വർണം കോഴിക്കോട്ട് ഇന്ന് നടത്തിയ റെയ്ഡിൽ കണ്ടെത്തി. NIA റെയ്ഡും കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ നടക്കുന്നുണ്ട്. തിരുവനന്തപുരം കള്ളക്കടത്ത് കേസിൽ മലബാറിൽ റെയ്ഡും അന്വേഷണവും തുടരുകയാണ്. ഡിപ്ലോമാറ്റിക് കാർഗോ വഴി കടത്തിയ സ്വർണത്തിലെ 1.25 കിലോ കസ്റ്റംസ് കോഴിക്കോട് നടത്തിയ റെയ്ഡിൽ വെള്ളിയാഴ്ച കണ്ടെത്തി. കോഴിക്കോട് കമ്മത്ത് ലൈനിലെ മർഷാദ് ഗോൾഡിന്റെ 2 കടകളിൽ നിന്നായാണ് 1.25 കിലോ കള്ളക്കടത്ത് സ്വർണം കണ്ടെത്തിയത്. ചേളന്നൂർ സ്വദേശി മജീദിന്റെയാണ് ഈ സ്വർണ്ണ വിൽപ്പന കേന്ദ്രം. കഴിഞ്ഞ ദിവസം കോഴിക്കോട് നിന്നും 3.25 കിലോ സ്വർണം കസ്റ്റംസ് പിടികൂടിയിരുന്നു. സ്വപ്ന സരിത് സന്ദീപ് സംഘത്തിന്റെ ഡിപ്ലോമാറ്റിക് കാർഗോ വഴിയുള്ള തിരുവനന്തപുരം കള്ളക്കടത്തിലെ സ്വർണം മലബാറിലേക്ക് എത്തിയ ശൃംഖലകൾ തേടിയാണ് ഇപ്പോൾ അന്വേഷണവും റെയ്ഡും നീങ്ങുന്നത്. കോഴിക്കോട് ജില്ലയിലെ കിണാശ്ശേരി ഉൾപ്പെടെ പല കേന്ദ്രങ്ങളിലും രഹസ്യമായി കസ്റ്റംസ് റെയ്ഡ് നടത്തിയതായും വിവരമുണ്ട്. കസ്റ്റംസ് കമ്മീഷണർ സുമിത് കുമാറിന്റെ മേൽനോട്ടത്തിൽ അസിസ്റ്റന്റ് കമ്മീഷണർ ദേവിന്റെ നേതൃത്വത്തിലാണ് മലബാറിലെ റെയ്ഡുകൾ പുരോഗമിക്കുന്നത്. ഇതിനിടയിൽ NIA സംഘവും മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലെ ചില കേന്ദ്രങ്ങളിൽ റെയ്ഡ് നടത്തി. കേസിൽ നേരത്തെ കസ്റ്റംസ് അറസ്റ്റ് ചെയ്ത സമജുവിന്റെ വീട്ടിൽ NIA പരിശോധന നടത്തിയതായും വിവരമുണ്ട്. ഇതുകൂടാതെ മറ്റു ചില കേന്ദ്രങ്ങളിലും റെയ്ഡ് നടത്തിയെന്നാണ് വിവരം. എല്ലാ നീക്കങ്ങളും രഹസ്യമായാണ് നടക്കുന്നത്. തിരുവനന്തപുരം കള്ളക്കടത്തിന്റെ മലബാറിലെ ഇടപാടുകളെക്കുറിച്ചാണ് ഇപ്പോൾ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുന്നത്. ദീപക് ധർമ്മടം, 24 കോഴിക്കോട്. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ പ്രതികൾ 1 വർഷത്തിനിടെ 100 കോടി രൂപയുടെ ഹവാല ഇടപാട് നടത്തിയതായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തി. ദുബായ് കേന്ദ്രീകരിച്ചായിരുന്നു ഹവാല ഇടപാടുകൾ. അന്താരാഷ്ട്ര കള്ളക്കടത്ത് മാഫിയയുടെ സഹായവും ഹവാല ഇടപാടിന് ലഭിച്ചതായി എൻഫോഴ്സ്മെന്റ് കണ്ടെത്തി. കഴിഞ്ഞ 10 ദിവസങ്ങളായി സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ പ്രതികളായ സ്വപ്ന, സന്ദീപ്, സരിത് എന്നിവർ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കസ്റ്റഡിയിലായിരുന്നു. പ്രതികളെ ചോദ്യം ചെയ്ത എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർക്ക് നിർണായക വിവരങ്ങളാണ് ലഭിച്ചത്. 1 വർഷത്തിനിടെ 100 കോടി രൂപയുടെ ഹവാല ഇടപാട് പ്രതികൾ നടത്തിയതായി എൻഫോഴ്സ്മെന്റിന് മൊഴി നൽകിയിട്ടുണ്ട്. ദുബായ് കേന്ദ്രീകരിച്ചായിരുന്നു ഹവാല ഇടപാട്. കോഴിക്കോട്, മലപ്പുറം തുടങ്ങിയ സ്ഥലങ്ങളിലെ ചിലരാണ് സ്വർണ്ണക്കടത്തിനായി ഹവാല പണം നൽകിയത്. ഹവാല ഇടപാട് സുഗമമാക്കാൻ തങ്ങളുടെ ഉന്നത ബന്ധങ്ങൾ പ്രതികൾ പ്രയോജനപ്പെടുത്തിയതായി എൻഫോഴ്സ്മെന്റ് കണ്ടെത്തി. ഹവാല പണം ഉപയോഗിച്ച് സ്വർണം വാങ്ങുകയും ഈ സ്വർണം നാട്ടിലെത്തിച്ച് വിൽപ്പന നടത്തുകയുമായിരുന്നു പ്രതികളുടെ രീതി. ഹവാല ഇടപാടിനായി അന്താരാഷ്ട്ര കള്ളക്കടത്ത് മാഫിയയുടെ സഹായവും പ്രതികൾക്ക് ലഭിച്ചിട്ടുണ്ട്. സഹിൻ ആന്റണി, 24 കൊച്ചി. KSFE ഡേറ്റ ചോർച്ച വിവാദത്തിൽ PT തോമസ് MLAക്ക് മറുപടിയുമായി KSFE ചെയർമാൻ. നടപടിക്രമങ്ങൾ പാലിച്ചാണ് ടെൻഡർ നൽകിയതെന്നും ഏത് അന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്നതായും ചെയർമാൻ അഡ്വക്കേറ്റ് പീലിപ്പോസ് തോമസ് പറഞ്ഞു. ഇടപാടുകാരുടെയും ജീവനക്കാരുടെയും വിവരങ്ങൾ അമേരിക്കൻ കമ്പനിക്ക് വിൽപ്പന നടത്തിയെന്നാരോപിച്ച് PT തോമസ് MLA രംഗത്തെത്തിയിരുന്നു. കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസസിലും ഡേറ്റകൾ ചോർത്തിയെന്ന ആരോപണവുമായാണ് PT തോമസ് MLA രംഗത്തെത്തിയത്.
35 ലക്ഷം ഇടപാടുകാരുടെയും 7000-ഓളം ജീവനക്കാരുടെയും വിവരങ്ങൾ അമേരിക്കൻ കമ്പനിക്ക് വിൽപ്പന നടത്തിയെന്നായിരുന്നു ആരോപണം. 46 ദിവസം മാത്രം പഴക്കമുള്ള അമേരിക്കൻ കമ്പനിയായ ക്ലിയർ ഐക്ക് ഈ ടെൻഡർ വഴി കരാർ നൽകിയതിൽ ക്രമക്കേടുണ്ടെന്നും PT തോമസ് MLA ആരോപിച്ചു. 35 ലക്ഷത്തോളം ഇടപാടുകാരുടെയും 7000 ജീവനക്കാരുടെയും ഡേറ്റ ചോർത്തിയിരിക്കുകയാണ്. ഇത് വലിയൊരു അഴിമതിയും ഇതിലേക്ക് നയിച്ച സംഭവങ്ങൾ വലിയൊരു അഴിമതിയുടെ റാക്കറ്റും അടങ്ങിയതാണ്. ഇത് സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം വേണം എന്ന ആവശ്യമാണ് ഞാൻ ഉന്നയിക്കുന്നത്. മൊബൈൽ ആപ്പും വെബ് പോർട്ടലും നിർമ്മിക്കാൻ നടപടിക്രമങ്ങൾ പാലിച്ചാണ് ടെൻഡർ നൽകിയതെന്നും ഏതന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്നതായും KSFE ചെയർമാൻ അഡ്വക്കേറ്റ് പീലിപ്പോസ് തോമസ് പറഞ്ഞു. തിരുവനന്തപുരം ടെക്നോ പാർക്കിലാണ് ഈ കമ്പനിയുടെ ഓഫീസ്. മൊബൈൽ ആപ്പിന് വേണ്ടി KSFE നൽകിയ ടെൻഡർ സംബന്ധിച്ച് ഏത് അന്വേഷണം നടത്തുന്നതും KSFE സ്വാഗതം ചെയ്യുന്നു. IT കാര്യങ്ങളിൽ ഉപദേശം നൽകാനാണ് ഗിരീഷ് ബാബുവിനെ നിയമിച്ചതെന്നും 1 വർഷത്തേക്കുള്ള നിയമനം നീട്ടി നൽകാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഇടപാടുകാരുടെ വിവരങ്ങൾ നൽകുന്നത് ചിട്ടി നടത്തിപ്പിന്റെ ഭാഗമായി മാത്രമാണെന്നും KSFE ചെയർമാൻ വ്യക്തമാക്കി. ഗിരീഷ് ബാബുവിനെ നിയമിച്ചതിൽ ക്രമക്കേടുണ്ടെന്നും PT തോമസ് MLA ആരോപിച്ചിരുന്നു. 24 തൃശൂർ. മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ ആർക്കെതിരെയും സൈബർ ആക്രമണം പാടില്ലെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. ആർക്കെതിരെയും സമൂഹമാധ്യമങ്ങളിൽ എന്തും പറയാവുന്ന അവസ്ഥയാണ്. മന്ത്രിമാരുടെ ഓഫീസ് മാധ്യമങ്ങളോട് നന്നായി ഇടപെടണം. ഇത് സംബന്ധിച്ച് പാർട്ടി പൊതുനിർദ്ദേശം നൽകും. സ്വർണ്ണക്കടത്ത് കേസിൽ ഏത് കാര്യം വേണമെങ്കിലും NIA അന്വേഷിക്കട്ടെ എന്നും തടസ്സം നിൽക്കില്ലെന്നും കോടിയേരി പറഞ്ഞു. സ്വപ്നം നൽകിയ മൊഴിയുടെ സർക്കാരിനെ അറിയിച്ചാൽ മാത്രമേ തുടർ നടപടി സാധ്യമാകൂ. വടക്കാഞ്ചേരിയിലെ ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വ്യക്തമാക്കേണ്ടത് റെഡ് ക്രസന്റ് ആണെന്നും കോടിയേരി തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഭൂമി അത് സർക്കാരാണ് നൽകിയിട്ടുള്ളത്. പൂർണ്ണമായിട്ടും അതിൻ്റെ കരാർ ആര് നടത്തണം, എത്ര പണം ചെലവഴിക്കണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് റെഡ് ക്രസന്റ് എന്ന് പറയുന്ന സംഘടനയാണ്. ഈ പറയുന്നതിനകത്തുള്ള യഥാർത്ഥ വസ്തുത എന്താണെന്ന് അവരിൽ നിന്ന് എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ നമുക്കത് സംബന്ധിച്ച് പരിശോധിക്കാൻ സാധിക്കും. റെഡ് ക്രസന്റിൻ്റെ ഭാഗത്തു നിന്നും ഇതുവരെ അത് സംബന്ധിച്ച് ഒരു റിപ്പോർട്ട് ലഭ്യമായിട്ടുമില്ല. സംസ്ഥാനത്തെ തടവുകാരുടെ പരോൾ സമയപരിധി ദീർഘിപ്പിച്ച് ഉത്തരവായി. അടിയന്തര പരോൾ ലഭിച്ചവരും ലോക്ഡൌണിന് മുൻപ് പരോൾ ലഭിച്ചവരുമായ 265 തടവുകാർ സെപ്റ്റംബർ 30-ന് ശേഷം 3 ദിവസത്തിനുള്ളിൽ തിരികെ പ്രവേശിക്കണം. ഓപ്പൺ ജയിൽ, വനിതാ ജയിൽ എന്നിവിടങ്ങളിലെ 589 തടവുകാർ ഒക്ടോബർ 15-ന് ശേഷം 3 ദിവസത്തിനുള്ളിൽ തിരികെ പ്രവേശിക്കണമെന്നാണ് ഉത്തരവ്. സെൻട്രൽ ജയിൽ, അതീവ സുരക്ഷാ ജയിൽ എന്നിവിടങ്ങളിലെ 192 തടവുകാർ ഒക്ടോബർ 30-ന് ശേഷം 3 ദിവസത്തിനുള്ളിൽ എത്തണമെന്നും ഉത്തരവായി. ജയിലുകളിലെ പുതിയ കോവിഡ് സാഹചര്യം പരിഗണിച്ചാണ് തീരുമാനം. സംസ്ഥാനത്തെ കോവിഡ് സാഹചര്യം ആശങ്കാജനകമായി തുടരുകയാണ്. ഇന്ന് 1569 കോവിഡ് പോസിറ്റീവ് കേസുകൾ സ്ഥിരീകരിച്ചു. ഒപ്പം തന്നെ മുഖ്യമന്ത്രി അടക്കം മന്ത്രിമാർ നിരീക്ഷണത്തിലേക്ക് പോകുന്നു. 7 മന്ത്രിമാർ നിരീക്ഷണത്തിലുണ്ട്. സ്പീക്കറുണ്ട്, ചീഫ് സെക്രട്ടറിയുണ്ട്, DGPയും നിരീക്ഷണത്തിലാണ്. എന്നാൽ കോവിഡ് പരിശോധനാ ഫലം മുഖ്യമന്ത്രിയുടേതും ചില മന്ത്രിമാരുടേതും KK ശൈലജയും AC മൊയ്തീനും VS സുനിൽകുമാറും അടക്കമുള്ളവരുടെ പോസിറ്റീവ് അല്ല, നെഗറ്റീവാണ് ആന്റിജൻ പരിശോധനയിൽ എന്നതും അല്പസമയം മുൻപ് പുറത്തു വന്ന വാർത്തയാണ്. 24 വാർത്ത വീണ്ടും നാളെ. ഇനി 24ന്റെ ഏറ്റവും പ്രസ്റ്റീജിയസ് വാർത്താ ബുള്ളറ്റിൻ 100 ന്യൂസുമായി ഉന്മേഷ് ശിവരാമനെത്തും. നമസ്കാരം.